ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. കുറച്ചാൾ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല, അതിലെല്ലാവരും ക്ഷമിക്കുക. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ബോംബെയിലായിരുന്നു. അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് ക്വാറൻറ്റൈനിലൊക്കെ കഴിഞ്ഞ് ഇപ്പം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് രണ്ടാമത് വീഡിയോ എടുക്കുകയാണ്. ഇന്നപ്പോൾ നമുക്ക് പുതിയ റെസിപ്പിയും കാര്യങ്ങളും നോക്കുകയാണ്. ഫിംഗർ ബ്രെഡ് വളരെ ക്രിസ്പി ആയിട്ടും എന്നാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഓൾറെഡി ഞാൻ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ബ്രെഡ് എങ്ങനെയാണ് കട്ട് ചെയ്ത് വെക്കണമെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ സൈഡ് ഇങ്ങനെ വെട്ടിയെടുക്കാം, സൈഡ് മാത്രം. ഇത് എന്നിട്ട് കളയണ്ട, ഇത് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇതിന് വേണ്ടി നമുക്കൊരു ബാറ്റർ തയ്യാറെടുക്കാനുണ്ട്. ബ്രെഡ് ഈ ബാറ്ററിൽ മുക്കിയിട്ട് വേണം ബ്രെഡ് പൊടിച്ചതിൽ മുക്കിയിട്ട് നമുക്ക് ഓയിലിട്ട് പൊരിക്കാനായിട്ട്. അപ്പോൾ കടലമാവ് കൊണ്ടുള്ള ബാറ്റർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വെള്ളം പരുവത്തിലാക്കാം. അതിനൊരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിലാവുമ്പോൾ നമ്മളിത് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഈ വെളുത്തുള്ളി പേസ്റ്റ് അല്ല, ഇഞ്ചി വെളുത്തുള്ളി ജ്യൂസ്, ഇത് രണ്ടും നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് പിഴിഞ്ഞെടുക്കാം. അതാണത്. ഇത് ഏകദേശം 2 സ്പൂണോളം ഉണ്ട്. ഇതും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് മിളക് പൊടി, അതെന്ന് പറയണത് ഒരു കളറിന് വേണ്ടിയിട്ടാണ് മിളക് പൊടി ചേർക്കുന്നത്. ഇതിൽ എരിവിന് വലിയ പ്രാധാന്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മല്ലിയില. ഇത് നല്ലൊരു മണവും കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഫിംഗർ ബ്രെഡിനുള്ള ബാറ്ററും ബ്രെഡ് പൊടിച്ചതൊക്കെ റെഡിയാണ്. നമുക്ക് ബ്രെഡ് എടുത്തിട്ട് ഈ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിച്ചതിൽ ഇങ്ങനെ കവർ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചൂടായ ഓയിലിട്ട് പൊരിച്ചെടുക്കണം. ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇതുപോലെ ചെയ്തിടാം. ലോ ഫ്ലെയിമിൽ വേണം, ഇത് പെട്ടെന്ന് തന്നെ ആവും. അധികം ബ്രൗൺ ആവണ്ട, ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ നമുക്കിത് മറിച്ചിടാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ കോരെടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം, എന്നിട്ട് കാണാം. അങ്ങനെ നമ്മളെ ക്രിസ്പിയായ വളരെ ടേസ്റ്റിയായ ഫിംഗർ ബ്രെഡ് റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നോട് പറയാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. ഇത് നമുക്ക് സോസിൻ്റെ കൂടെ, ടൊമാറ്റോ സോസിൻ്റെ കൂടെയും അതുപോലെ ഗാർലിക് പേസ്റ്റിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ.